നമസ്കാരം, എല്ലാവർക്കും ടി വി 9 മലയാളത്തിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് അതിൻ്റെ ഏകദേശം ഒരു 4-5 ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് 5-ാം ദിവസത്തെ മത്സരമാണ്. ഇന്ന് 9:00 സ്പെയിനും കേപ്പ് വെർഡെ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൻ ടീമുമായിട്ടുള്ള മത്സരമൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു ഹിസ്റ്ററി, ഒരു ചരിത്രം പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മത്സരം ജർമ്മനി മുൻ ചാമ്പ്യന്മാരാണ്. 2014 ലോകകപ്പ് നേടിയ ജർമ്മനി 2014 വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ജർമ്മനി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പിൽ തന്നെ ഫിഫ ലോകകപ്പിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു ടീമാണ് കുറസാവോ. ഒരു കരീബിയൻ ദ്വീപ സമൂഹത്തിലുള്ള ഒരു രാജ്യമാണ് ക്യൂറസാവോ എന്നാണ് പറയുന്നത്. പ്രൊനൗൺസിയേഷനൊക്കെ ഒരു ഡച്ചിലാണ്, ആ രീതിയിലാണ് ആ രാജ്യത്തിൻ്റെ പേരും. അങ്ങനെ ഇരിക്കാം, കഴിഞ്ഞ ദിവസത്തെ നടന്ന മത്സരത്തിൽ അവരുടെ ചരിത്രത്തിൽ അത് ആദ്യ ലോകകപ്പിൽ തന്നെ അവർ ആദ്യ ഗോൾ നേടുകയും ചെയ്തു. എന്നിരിക്കെ തന്നെയാലും ജർമ്മനിയോട് വൻ ദയനീയമായ പരാജയമാണ്. 7-1 കുറസാവോ ഈ പറയുന്ന ജർമ്മനിയോട് തോറ്റത്. ആദ്യത്തെ മത്സരമാണ്. ജർമ്മനിയെ പോലെ വമ്പനെ നേടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം തന്നെ. പക്ഷേ അവർക്ക് അഭിമാനിക്കാവുന്ന പറഞ്ഞാൽ ഇത്രയും നമുക്ക് ക്യൂറസാവോയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1,56,000 അല്ലെങ്കിൽ 50,000 മേലെ മാത്രം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനും ഏകദേശം വലിയൊരു കണക്കുണ്ട്. ആലപ്പുഴ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അപ്പം 1,56,000 പേര് മാത്രം അല്ലെങ്കിൽ 50,000 മേലെ ഉള്ള ഒരു ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു ഫുട്ബോൾ ടീം അവരൊരു ആദ്യത്തെ ലോകകപ്പാണ്. അതിലൊരു ഗോൾ നേടുകയും ചെയ്തു. അപ്പം അത് ജർമ്മനിക്കെതിരെ ഒരു ഗോൾ നേടി. എന്നാലും ജർമ്മനി 7-1 വലിയ മാർജിൻ ജയിക്കുകയും ചെയ്തു. ഈ 7-1 മാർജിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവമേ ആ സ്കോറിലാണല്ലോ ഇവർ തോറ്റത് അല്ലെങ്കിൽ ജർമ്മനി ജയിച്ചതെന്ന് പറയുമ്പം വീണ്ടും ഞാൻ 2014 കാര്യം പറഞ്ഞായിരുന്നു. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു വേദന കൊണ്ടുവന്ന് നിൽക്കുന്നത് ഒരു ടീമിനൊരു വേദന നൽകിയിട്ടുണ്ട്. അതാരാന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ബ്രസീൽ. അപ്പം ബ്രസീൽ ഫാൻസ് ഇഷ്ടംപോലെ ഉണ്ട്. അവർ ഒരിക്കലും അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലും അവരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഇത് ചർച്ചയായി വരല്ലേ എന്ന് കാനറികളുടെ അല്ലെങ്കിൽ മഞ്ഞപ്പുഴയുടെ ആരാധകർ എപ്പോഴും പറയുന്ന ഒരു ചരിത്രമാണ് 2014 ലോകകപ്പിലെ സെമിഫൈനലിൽ ഇതേ ജർമ്മനിയെ തന്നെ നേരിട്ട ബ്രസീലിൻ്റെ അവസ്ഥ. ആ മത്സരത്തിൽ 7-1 ജർമ്മനി തോക്കുന്നത്. ഇന്ന് ക്യൂറസാവോ തോറ്റതും 7-1. ഈ 7-1 തോറ്റത് കൊണ്ട് അല്ലെങ്കിൽ 7 ഗോൾക്ക് തോറ്റത് കൊണ്ട് ജർമ്മനി ഫാൻസ് 7-അപ്പ് അവർ ജർമ്മൻ ഫാൻസിനല്ല ബ്രസീൽ ഫാൻസിനെ മിക്കവരും 7-അപ്പ് എന്ന് പറഞ്ഞാണ് കളിയാക്കാറുള്ളത്. അപ്പോൾ ആ 7-അപ്പ് എന്ന് പറയുന്ന സ്ഥിതി, അങ്ങനത്തെ ഒരു ദുരന്തമായ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നേ വരെ എന്ന് പറയുമ്പോൾ 2 ഫുട്ബോൾ ലോകകപ്പ് അതിനുശേഷം നടന്നു. 2018 2022 ഖത്തർ ലോകകപ്പ് എന്നത് ഇപ്പം 3ാമത്തെ ലോകകപ്പാണ്. ഇത്രയും ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞ്, ഈ 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബ്രസീലിയൻ ഫുട്ബോളിന് അല്ലെങ്കിൽ നമുക്ക് സാമ്പാ താളം എന്ന് പറയുന്നതും കാനറി പടകം എന്ന് പറഞ്ഞ വലിയ വിശേഷങ്ങൾ ഉടലെടുത്തിരുന്ന ഈ ബ്രസീൽ ഇതുവരെ ഒരു സമ്പൂർണ്ണ തിരിച്ചുവരവ്, കാരണം അങ്ങനെ ഒരു തിരിച്ചുവരവോ ഒരു ലോകകപ്പോ നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നാണക്കേടുകൾക്ക് അല്ലെങ്കിൽ ആ നാണം കിട്ട തോൽവിക്ക് ഒന്ന് തേച്ചു മാച്ച് കളയാൻ സാധിക്കത്തുള്ളൂ. കാരണം 1986 അല്ലെങ്കിൽ 86 മറഡോണയുടെ സമയത്ത് അന്ന് അർജന്റീന ലോകകപ്പ് നേടിയതിനു ശേഷം ഏകദേശം 30 വർഷങ്ങളോളം അല്ലെങ്കിൽ 30-ലധികം വർഷങ്ങളോളം കാത്തിരിപ്പിനോടുകൂടിയാണ് 2022 ലോകകപ്പ് ഖത്തർ ലോകകപ്പും മെസ്സിയും കൂട്ടും നേടുന്നത്. അപ്പോൾ അതിനുശേഷം വരെയുള്ള അവരുടെ പ്രതിസന്ധികളും അവർ കോപ്പ അമേരിക്ക നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ തോൽവികളെല്ലാം വലിയ രീതിയിൽ കളിയാക്കപ്പെടുകയും ഒരു കപ്പില്ല എന്ന് പറഞ്ഞ് കളിയാക്കപ്പെടുകയും ചെയ്തു. ആ കളിയാക്കലുകൾക്കെല്ലാം മറുപടി എന്ന് പറയുന്നത് 2022 ലോകകപ്പ് നേട്ടത്തോടെ എല്ലാം തേച്ചു മാഞ്ഞാണ്. ഇന്ന് അർജന്റീനയ്ക്കുള്ള വലിയ പ്രതിസന്ധികളൊന്നുമില്ല, കാരണം അവരൊരു ലോകകപ്പ് അടുത്തിടെ നേടി. ബ്രസീൽ എന്ന് പറഞ്ഞാൽ 2002 ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായ ആദ്യ ടൂർണമെൻറ്റിൽ 2002 ഒരു ലോകകപ്പ് നേടിയ ശേഷം അന്നത്തെ റൊണാൾഡോ നസറോയും റൊണാൾഡീനോയും അങ്ങനെ എല്ലാവരും നിന്നിരുന്ന അങ്ങനത്തെ ഒരു സുവർണ്ണ കാലഘട്ടം. അതിന് മുന്നേ സുവർണ്ണ കാലഘട്ടം, പെലെയുടെ സമയത്ത് സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു, അതിന് ശേഷം സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ്
ഈ പറയുന്ന അന്ന് ലോകകപ്പ് 2002. പിന്നീട് ശേഷം നെയ്മർ എന്നൊരു താരോദയം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ കക്ക എന്ന് പറയുന്ന കക്ക എന്ന് പറയുന്ന താരോദയമാണ്. കക്കയ്ക്ക് ശേഷം നെയ്മർ എന്ന താരോദയം ഉണ്ടാവുന്നു. ഇങ്ങനെയെല്ലാം നിന്നപ്പോഴും ബ്രസീലിന് ഒരു ലോകകപ്പ് എന്ന് പറയുന്ന സാധനം, കാരണം ഈ നമ്മൾ ആ 2002 ശേഷം എനിക്ക് തോന്നുന്നു മിക്ക മത്സരങ്ങളും എക്സ്ട്രിച്ച് എങ്ങനെയെങ്കിലും ക്വാർട്ടർ ഫൈനൽ വരെ എത്തും ബ്രസീൽ. ക്വാർട്ടർ ഫൈനലിന് ശേഷം പിന്നെ ഒരു സംഭവം പിന്നെ ഒന്നും നടന്നിട്ടില്ല. അപ്പം പിന്നെ ഉള്ളത് ഈ പറയുന്ന 2014 ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയതാണ് ബ്രസീലിനാകെ ഉള്ള ഒരു ആ സെമി ഫൈനലിൽ എത്തിയതും വലിയൊരു ദുരന്തകഥയായി മാറിയിരിക്കുകയാണ്. അപ്പം എന്താണ് ആ കഥയെന്ന് പറയുന്നത്? ഒന്ന് എല്ലാവർക്കും മിക്കവർക്കും അറിയാം, പരിചയമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ 2014 ലോകകപ്പ് അന്ന് കാണാത്തവർക്ക് ഒരു ജസ്റ്റ് ഒരു ത്രോ ബാക്ക് അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം എന്ന രീതിയിൽ നമുക്ക് പറയാം. 2014 ലോകകപ്പ് ശരിക്കും പറഞ്ഞാൽ ആതിഥേയരാവുന്ന അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ബ്രസീൽ തന്നെയാണ്. ബ്രസീലിൽ എനിക്ക് തോന്നുന്നു 1950 ശേഷം ബ്രസീലിലേക്ക് വീണ്ടും ലോകകപ്പ് മത്സരം വരുന്നത് ഇത് 2ാം തവണയാണ്. അപ്പം ബ്രസീലിലേക്ക് ലോകകപ്പ് വരുന്നു. ആ ലോകകപ്പിന് മുന്നോടി അതിന് 2 ലോകകപ്പ് 2002 ലോകകപ്പ് മുമ്പ് ബ്രസീൽ നമ്മുടെ സൗത്ത് കൊറിയയിലും ജപ്പാനിലുമായിട്ട് ഏഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിലാണ് ബ്രസീൽ 5 ലോകകപ്പ് കിരീടം 5ാമത്തെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞത് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്നു, പുറത്താവുന്നു, അത്രയും മാത്രം. ഒരു സെമി ഫൈനലിലേക്ക് വരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു മികവ് ബ്രസീലിയൻ ടീമിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പല കോച്ചുകളെ മാറ്റി. അങ്ങനെയാണ് 2002 ബ്രസീലിന് ലോക കിരീടം നൽകിയ ലൂയിസ് ഫിലിപ്പെ സ്കൊലാരിയെ വീണ്ടും ബ്രസീലിയൻ ഫുട്ബോൾ കോച്ചായിട്ട് നിയമിക്കുന്നു. സ്കൊലാരിയുടെ കീഴിലെ ഒരു മികച്ച, കാരണം അതിന് തൊട്ട് മുമ്പ് വരെ അതിൻ്റെ തൊട്ട് കോപ്പ അമേരിക്കയൊക്കെ തുടർച്ചയായിട്ട് തോൽക്കുന്നു. കോപ്പ അമേരിക്ക പരാഗ്വേ പോലത്തെ ചെറിയ ടീമുകളോട്ട് തോൽവി ഏറ്റുവാങ്ങുന്നു. പെനാൽറ്റി ഷൂട്ടോടെ അർജന്റീനയോട് തോക്കുന്നു. അപ്പോൾ ആ രീതി നോർമലി നോക്കുമ്പോൾ ബ്രസീൽ എന്ന് പറയുന്നത് ഗോളടി ഒരു മിനിമം ആ മത്സരത്തിൽ 3-4 ഗോൾ അടിച്ച് അല്ലെങ്കിൽ 2 ഗോളെങ്കിലും അടിച്ച് ഒരു സുരക്ഷിതമായ രീതിയിൽ സ്കോർ ചെയ്യുന്ന ടീം ഭയങ്കരമായിട്ട് താഴെ തട്ടിലേക്ക് പോയി. കാരണം പലതരത്തിലുള്ള, കാരണം അവരുടെ സുവർണ്ണ താരങ്ങളെല്ലാം മാറി മറ്റൊരു ജനറേഷൻ വരുന്നു. ആ ജനറേഷൻ വേണ്ട രീതിയിൽ പിക്കപ്പ് ആവുന്നില്ല. അങ്ങനെയൊക്കെ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് 2012 സ്കൊലാരി വീണ്ടും ബ്രസീലിൻ്റെ കോച്ചായി എത്തുന്നത്. സ്കൊലാരിയുടെ കീഴിൽ ഈ പറയത്തക്ക രീതിയിൽ ഒരു മികച്ച ടീമുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ നെയ്മറും ഡാനി ആൽവേസും പിന്നെ മാർസലോ പിന്നെ തുടങ്ങിയ ഏതാനും കുറച്ച്, ഇപ്പോൾ വില്യൻ, അങ്ങനെ ഏതാനും കുറച്ച് താരങ്ങൾ മാത്രമേ എന്ന് പറയുന്ന യൂറോപ്യൻ ഫുട്ബോളിൽ അത്യാവശ്യം, അതായത് ബാഴ്സലോണയിലും മാർസലോ ആണെങ്കിൽ റയൽ മാഡ്രിഡിലും ഡാനി ആൽവേസ് ആണെങ്കിലും നെയ്മറും ബാഴ്സലോണയിലെ അപ്പം ആ സമയത്തും അപ്പം അങ്ങനത്തെ ഏതാനും താരങ്ങൾ മാത്രമായിരുന്നു. തിയാഗോ സിൽവയുണ്ട്, പിന്നെ ഉള്ളത് ഫ്രെഡ്, ഹൾക്ക്, ഇങ്ങനത്തെ കുറേ പ്രമുഖ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗെയിം മേക്കിംഗ് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ എന്നാൽ സ്കൊലാരിയുടെ കീഴിലേക്ക് വന്നപ്പോൾ കുറച്ച് അച്ചടക്കവും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ എല്ലാ മത്സരവും നെയ്മറെ കേന്ദ്രീകരിച്ചാണ്. നെയ്മർ അവിടെ പ്ലേ മേക്കറായിട്ട് നെയ്മറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ ചിട്ടപ്പെടുത്താൻ തുടങ്ങി. നെയ്മറിന് ആ സമയത്ത് ഏകദേശം 22-23 വയസ്സാണ്. അപ്പം 2014 ലോകകപ്പിൽ ആദ്യത്തെ മത്സരം ക്രൊയേഷ്യക്കെതിരെയായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ 3-1 ജയിച്ചാണ് ഈ ബ്രസീൽ ലോകകപ്പിന് തുടക്കമാണ്. ആ മത്സരത്തിൽ എനിക്കൊന്നൊരു പെനാൽറ്റി ഉൾപ്പെടെ 2 ഗോളുകൾ ഈ പറയുന്ന നെയ്മർ സ്വന്തമാക്കുകയും ചെയ്തു. അതിനുശേഷം വരുന്നത് കൊളംബിയ അല്ല, അതിനുശേഷം ചിലിക്കെതിരെയുള്ള മത്സരം ഡ്രോ ആകുകയും ചെയ്തു. പിന്നെ വരുന്നത് കാമറൂണിനെതിരെ മത്സരം 4-1 ആ മത്സരത്തിൽ ഈ പറയുന്ന ബ്രസീൽ ജയിക്കുന്നതും നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ 4-1 ആ മത്സരത്തിലും നെയ്മർ 2 ഗോളും നേടി. ആ മത്സരത്തിന് ശേഷം പ്രീ ക്വാർട്ടറിൽ ജയിക്കുന്നു. പ്രീ ക്വാർട്ടറിന് ശേഷം ക്വാർട്ടറിൽ കൊളംബിയയുമായിട്ട് പ്രീ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് എനിക്കൊന്ന് മെക്സിക്കോയെ തോൽപ്പിച്ചിട്ടാണ് ക്വാർട്ടറിലേക്ക് എത്തുന്നത്. ആ ക്വാർട്ടറിലാണെങ്കിൽ ക്ഷമിക്കണം, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലാണ് മെക്സിക്കോയിൽ നിന്ന് ആ മത്സരത്തിലാണ് 0-0 സമനിലയാവുന്നത്. പിന്നീടാണ് പ്രീ ക്വാർട്ടറിലാണ് ചിലിയുമായിട്ടുള്ള മത്സരം വരുന്നത്. ചിലിയുമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ അത് പെനാൽറ്റി ഷൂട്ടിൽ ജയിച്ചാണ് ക്വാർട്ടറിൽ
കൊളംബിയായിട്ടുള്ള മത്സരത്തിൽ നടക്കുന്നത്. കൊളംബിയായിട്ടുള്ള മത്സരത്തിനിടയ്ക്കാണ് നെയ്മറിന് പരിക്കേൽക്കുകയും നെയ്മർ ടൂർണമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുകയും വലിയ തിരിച്ചടി. കാരണം അത്രയും നേരം നെയ്മറെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ബ്രസീലിൻ്റെ എല്ലാ ഗെയിമിങ്ങും ഗെയിമും എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. നെയ്മറിന് തിരിച്ചടി കൊളംബിയയ്ക്കുള്ള മത്സരത്തിൽ 2-1 ജയിച്ച് സെമി ഫൈനലിലേക്ക് എത്തുന്നു. ഇപ്പം ഈ ഇത്രയും നടന്ന ഈ ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ വരെയുള്ള മത്സരങ്ങളെല്ലാത്തിലും നോക്കുമ്പം ബ്രസീൽ ആകെ കൺസീഡ് ചെയ്തിട്ടുള്ളത് 3 ഗോളുകൾ മാത്രമാണ്. 3 ഗോളുകൾ മാത്രം. അതായത് ഒരു മത്സരത്തിൽ 1 ഗോളിൽ അധികം ബ്രസീൽ കൺസീഡ് ചെയ്തു. അപ്പം സ്കൊലാരിക്ക് തൻ്റെ പ്രതിരോധ നിരയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. നെയ്മർ പോയെങ്കിലും ഏത് വിധത്തിലും നമുക്ക് അതായത് ഒരു ഗോളിന് മുന്നിട്ട് നിന്നോ അല്ലെങ്കിൽ ഡ്രോ ആയി പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ കൂടെ എങ്ങനെയെങ്കിലും ഫൈനലിലേക്ക് പ്രവേശിക്കാമെന്നൊരു വിശ്വാസമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ 2014 സെമി ഫൈനൽ ലോകകപ്പ് സെമി ഫൈനലിൽ ബ്രസീൽ സ്വന്തം കാണികളുടെ മുന്നിൽ തകർന്നടിക്കുന്നത് കാനറികളുടെ ചിറകരിഞ്ഞ രീതിയിലായിരുന്നു. ആദ്യത്തെ അരമണിക്കൂർ മത്സരം തുടങ്ങി ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ പിറന്നത് 5 ഗോൾ. 5-0. അതായത് 29ാമത്തെ മിനിറ്റിൽ സാമി ഖദേരിയ ഗോൾ അടിക്കുമ്പോൾ ഈ 5-0 ബ്രസീൽ ജർമ്മനിക്ക് പിന്നീട്, അതായത് ജർമ്മനി 5-0 മുന്നിൽ നിൽക്കുന്നു. യാതൊരു ഇനിയൊരു ഹോപ്പില്ല, ഒരു തിരിച്ചുവരവ് പിന്നെ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും അത്ഭുതം അവിടെ സംഭവിക്കും. അത്ഭുതം ഒന്നും സംഭവിച്ചില്ല. അതായത് അവിടെ മിർസ്ലോവ ക്ലോസെ എന്ന് പറയുന്നത് ജർമ്മനിയുടെ വെറ്ററൻ താരം ഒരു ഗോൾ നേടി അന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോൾ നേടുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നു. ആദ്യത്തെ ഗോൾ തോമസ് മുള്ളറാണ്. എനിക്ക് തോന്നുന്നു 11ാമത്തെ മിനിറ്റിലാണ് തോമസ് മുള്ളർ, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, 11ാമത്തെ മിനിറ്റിൽ ആ ഗോൾ നേടുന്നത്. പിന്നെ അതിനുശേഷം ടോണി ക്രൂസ് 2 ഗോൾ നേടുന്നു. അതിനുശേഷം സാമി ഖദേരിയ 1 ഗോൾ നേടുന്നു. പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്ന ഷുറൂർ എന്ന് പറഞ്ഞ താരം 2 ഗോൾ നേടുന്നു. ഇങ്ങനെ രീതിയിൽ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിലാണ് മത്സരം നടക്കുന്നത്. ബ്രസീലിലെ സ്റ്റേഡിയം മൊത്തം, ബ്രസീലിന് ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്ന സ്റ്റേഡിയം മൊത്തം പൊട്ടിക്കരയുകയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന ഈ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ വിഷ്വൽസ് ഇപ്പോഴും ഉണ്ട്. പൊട്ടിക്കരയുന്ന സ്ഥിതി വിശേഷമായിരുന്നു. സ്റ്റേഡിയം ഒന്നടങ്കം മൗനത എന്ന് പറയാൻ പറ്റത്തില്ല. കരച്ചിലുകളും ഏങ്ങലടിച്ചുള്ള കരച്ചിലുകളുള്ള സൗണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ മത്സരത്തിലെ ആശ്വാസം നിലയിൽ 90ാം മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ ഓസ്കാർ ഒരു ഗോൾ നേടുന്നത്. ഇതിനുശേഷം ഇടയ്ക്കൊക്കെ, അതായത് 2ാം പകുതിയിലൊക്കെ ബ്രസീൽ ഒന്ന് തിരിച്ചു വരുവാൻ, അല്ലെങ്കിൽ ഈ മോശപ്പെട്ട തോൽവിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരാം, 2-3 ഗോളെങ്കിലും മടക്കി അടിച്ച് ഈ മോശപ്പെട്ട തോൽവി ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പക്ഷെ അതൊന്നും ഗോളായിട്ട് കൊണ്ടില്ല. 90ാം മിനിറ്റ് മത്സരത്തിന് ഇഞ്ചുറി ടൈമിൽ ഓസ്കാർ ഒരു ഗോൾ നേടുന്നു. അതല്ലാതെ ഒരു ആശ്വാസവും അല്ലെങ്കിൽ ആ സമയത്ത് നേരിട്ട അല്ലെങ്കിൽ പൂജ്യത്തിൽ അവസാനിച്ചില്ലല്ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ലല്ലോ എന്ന് ആ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കാതെ ഒരു നേരിയ ആശ്വാസം മാത്രമാണ് അവിടെ ഉണ്ടായത്. 2014 ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച് ജർമ്മനി തന്നെ, അതും 90ാം മിനിറ്റിന് ശേഷം എക്സ്ട്രാ ടൈമിലൊക്കെ പോയ മത്സരമായിരുന്നു. ചരിത്രം അവിടെ നിൽക്കുമ്പോഴും ബ്രസീലിന് ഇന്നും ഏകദേശം 12 വർഷം കഴിഞ്ഞ് 12ാം വർഷമാവുന്നു. ഇപ്പോഴും ബ്രസീൽ ആരാധകൻ നേരിടുന്ന ഏറ്റവും വലിയ വേദനയാണ്. നിങ്ങൾക്ക് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1920, അതായത് ബ്രസീലൊക്കെ അവർ ആധിപത്യം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അവരുടെ സുവർണ്ണ കാലഘട്ടവും അവർ ആധിപത്യം സാമ്പാതാളം എന്നൊക്കെ പറയുന്ന രീതിയിൽ ബ്രസീലും ഫുട്ബോളിനെ ആ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തി വരുന്ന സമയം മുമ്പ് തന്നെ ഉറുഗ്വേക്കെതിരെ 6-0 ജയിച്ച തോൽവി വഴങ്ങിയതാണ് ഇതിനു മുമ്പ് ബ്രസീൽ നേടിയ ഏറ്റവും ദയനീയ പരാജയം. ആ ദയനീയ പരാജയമാണ് 2014 ജർമ്മനി തിരുത്തി കുറിച്ചത്, അതായത് 7-1. അതിന് പാപഭാരം, അതിൻ്റെ വേദന, അതിൻ്റെ എല്ലാം ഇന്നും ബ്രസീൽ ആരാധകർ അല്ലെങ്കിൽ ബ്രസീൽ ടീം നേടുന്നുണ്ട്. കാരണം അവർക്ക് ഇതേ ഒരു കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവ് ഇതുവരെ സാധിച്ചില്ല. കോപ്പ അമേരിക്കയെ പോലെ ഒരു മികവ് അവർക്ക് പുലർത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇപ്പോഴും 2002 വസന്തം പോലെ, അല്ലെങ്കിൽ 2002 പോലെ ഇപ്പോഴും അവർ കപ്പ് ഉയർത്തും. അത് അവരുടെ ടീമിനെ എപ്പോഴും ബ്രസീലിനെ പിന്താക്കുന്ന നിരവധി ആരാധകർ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലല്ല, അവർക്കൊക്കെ അവരുടെ ഒരു മുറിവിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചില മുറിവുകളിൽ നിന്നാണ് നമ്മുടെ തിരിച്ചുവരവുണ്ടാകുന്നത്. കാർലോ അഞ്ചലോട്ടിയുടെ നേതൃത്വത്തിൽ നെയ്മർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നെയ്മറും വിനീഷ്യസ് ജൂനിയർ, റയൽ മാഡ്രിഡിന്റെ വിങ്ങറായ വിനീഷ്യസ് ജൂനിയറും, അതേപോലെ തന്നെ മിക്ക താരങ്ങളും പെട്ടെന്ന് അവരുടെ സ്ക്വാഡ് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പം മിക്ക താരങ്ങളും ഉള്ള ഒരു മികച്ച ഒരു
ഒരു ടീമാണ് വന്നിരിക്കുന്നതെങ്കിലും മൊറോക്കോയ്ക്കെതിരെ ഒരു മത്സരത്തിൽ മൊറോക്കോയുടെ പ്രഷറിന് താങ്ങാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു ഗോൾ ഒരു 1-1 സമനില വഴങ്ങി എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രസീലല്ല ഇന്ന് ഈ കഴിഞ്ഞ മത്സരത്തിൽ കാണാനായിട്ട്. എന്താകും സ്ഥിതി? ബ്രസീൽ ഏത് ഘട്ടം വരെ പോകും? സെമി ഫൈനലിൽ കടക്കുമോ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും പോലെ ക്വാർട്ടറിലേക്ക് എത്തി പടിയിറങ്ങേണ്ട സ്ഥിതി ആകുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.